എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഷെയർ ചെയ്യുന്നത് ഒരു വറുത്തരച്ച് വെച്ച മീൻകറിയാണ്. ഏത് മീൻ വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ചെമ്മീനാണ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 250 ഗ്രാം ചെമ്മീൻ ക്ലീൻ ചെയ്തതിന് ശേഷം മാറ്റി വയ്ക്കാം. ഏത് മീൻ ഉപയോഗിച്ചാലും ഈ ഒരു കറി തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങയുടെ പകുതിയോളം എടുത്തിട്ടുണ്ട്. വറുത്തരച്ചൊക്കെ കറി വെക്കുമ്പോൾ തേങ്ങ കൂടുന്തോറും ടേസ്റ്റ് കൂടും. അതുപോലെ നല്ല മൂത്ത തേങ്ങ എടുക്കുന്നതാണ് വറുത്തരച്ച് വെക്കുന്ന കറികൾക്ക് നല്ലത്. തേങ്ങ വറുത്തരപ്പിൻ്റെ കൂടെ എടുക്കുന്നത് വറ്റൽമുളകാണ്. വറ്റൽമുളക് എരിവുള്ള മുളക് എടുക്കാം, എരിവില്ലാത്ത ഇതുപോലുള്ള കശ്മീരി മുളക് എടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 4 കശ്മീരി മുളകാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം എരിവുള്ള മുളകും എടുക്കാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി എടുത്ത് വയ്ക്കാം. മല്ലിപ്പൊടിയും ഇതിന് പകരം ചേർക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയായിട്ടും ചേർക്കാം. ഒരു 4 മുതൽ 6 വരെ ചെറിയുള്ളി എടുത്ത് വയ്ക്കാം. ചെറുതായി മുറിച്ച് വയ്ക്കണം. പുളിക്ക് വേണ്ടി ചേർക്കുന്നത് കൊടംപുളിയാണ്. ഒരു ചെറിയ 3 കഷ്ണം കൊടംപുളി എടുത്ത് വയ്ക്കാം. കൊടംപുളി നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി അതിലേക്ക് 1 ഗ്ലാസ് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെയ്യേണ്ട സ്റ്റെപ്പ് ഇതാണ്. ഇതൊന്ന് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. തേങ്ങ അരപ്പ് തയ്യാറാക്കുമ്പോൾ എളുപ്പത്തിലൊന്ന് റോസ്റ്റായി കിട്ടാൻ വേണ്ടി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്നങ്ങ് ക്രഷ് ചെയ്തിട്ടെടുക്കുക. ഒരേപോലെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റോസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ചെമ്മീൻ ആദ്യം ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു ചട്ടിയിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടി 2-3 പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ ഒരു 2 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. ചെമ്മീൻ വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം ചേർക്കാം. കുതിർത്തി വെച്ചിട്ടുള്ള പുളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഈ ഒരു സമയത്ത് ചേർക്കാം. ഇതിങ്ങനെ ചേർക്കാതെ അരപ്പിൻ്റെ കൂടെയും ചേർക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുക. ഇങ്ങനെ പൊടികൾ ചേർക്കുമ്പോൾ അതിന് പച്ച ചുവയൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് തിളയ്ക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പച്ചമണവും പച്ചച്ചുവയൊക്കെ പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ പൊടി ചേർക്കുന്നതിലും പ്രശ്നമൊന്നുമില്ല. ചൂട് കട്ടിയുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ വറുത്തെടുക്കണം. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് വറുത്തെടുക്കുന്നതാണ് നല്ലത്. തേങ്ങ വറുത്തെടുക്കുമ്പോൾ നമ്മൾ 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. തേങ്ങ വറുത്തത് അവിടെ വെച്ചിട്ട് പോകാൻ പാടില്ല. എപ്പോഴും അത് ഇളക്കിക്കൊണ്ടിരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ക്രഷ് ചെയ്ത തേങ്ങ കൂടി ആയതുകൊണ്ട് അടിഭാഗം പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കരിഞ്ഞ് വന്നാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവാനാണ് ചാൻസ് ഉള്ളത്. അരപ്പിന് വളരെ വ്യത്യാസമുള്ള ടേസ്റ്റ് ആയിരിക്കും കിട്ടുക. തേങ്ങ ക്രഷ് ചെയ്തിട്ട് റോസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് റെഡിയായി കിട്ടും. ചെറിയുള്ളി മുറിച്ചതും വറ്റൽമുളകും മല്ലിയും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് റോസ്റ്റ് ചെയ്തിട്ട് എടുക്കുക. 1 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ റോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. തേങ്ങ നന്നായി റോസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ പാത്രത്തിൽ അത് വെക്കരുത്. അങ്ങനെ വെച്ചാൽ അതിൻ്റെ ചൂട് കൊണ്ട് കുറച്ചുകൂടി ഒന്ന് അടിഭാഗം കരിയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ റോസ്റ്റ് ചെയ്തതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നല്ലതുപോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇത് അരച്ചെടുക്കുക. കുറച്ച് വെള്ളവും കൂടി ചേർത്താണ് അരച്ചെടുക്കേണ്ടത്. ഒരിക്കലും ചൂടോടുകൂടി മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കാൻ പാടില്ല.
1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കാം. ചെമ്മീൻ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പുളി കൂടുതലാണെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് കുറച്ച് പുളി എടുത്ത് മാറ്റാം. ഞാനിവിടെ ഒരു പുളി എടുത്ത് മാറ്റിയിട്ടുണ്ട്. ആ ഒരു അരപ്പിന് നല്ലതുപോലെ പുളി പിടിച്ചിട്ടുണ്ടാവും. ഇതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക. നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത തേങ്ങാരപ്പും അതുപോലെ പുളിയും ഒക്കെ നല്ലപോലെ തിളയ്ക്കണം. ഒരു 2-3 മിനിറ്റ് നല്ലപോലെ തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് പച്ച കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഈ കറിയിലേക്ക് താളിച്ചൊഴിക്കുന്നത് ചെറിയുള്ളി മാത്രമാണ്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 4-5 ചെറിയുള്ളി ചെറുതായി മുറിച്ച് നന്നായി ഒന്ന് മുരിച്ചെടുക്കുക. ഇനി അത് ഇതിലേക്ക് താളിച്ചൊഴിക്കാം. കടുകും വറ്റൽമുളകും കറിവേപ്പിലയും എല്ലാം കൂടി താളിച്ചൊഴിക്കുന്നവരുണ്ട്. അങ്ങനെ ചെയ്യാം. ഞാൻ പൊതുവെ ഈ ഒരു മീൻകറിക്ക് ഇതുപോലെ ചെറിയുള്ളി മാത്രമാണ് താളിച്ചൊഴിക്കാറുള്ളത്. ഇപ്പം നന്നായി ഒന്ന് തിളയ്ക്കും തോറും വറ്റി വരും. കറി കുറച്ച് നേരം ഇരിക്കും തോറും ഒന്ന് കുറുകി വന്ന ടൈപ്പ് കറിയാണ്. നല്ല ടേസ്റ്റാണ്. ചെമ്മീൻ ചേർക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ചെമ്മീൻ്റെ രുചിയും ആ ഒരു വറുത്തരച്ച അരപ്പിൻ്റെ ടേസ്റ്റും ഒക്കെ ആയിട്ട് നല്ല രുചിയുള്ള ഒരു കറിയാണ്. പിന്നെ ഈ ഒരു കറി നമുക്കൊരു 2-3 ദിവസമൊക്കെ പുറത്ത് തന്നെ വെച്ചാലും ചീത്തയായി പോവില്ല. വറുത്തരച്ച കറി ആയതുകൊണ്ട് തന്നെ കുറച്ച് ദിവസം ഇരിക്കാനും എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ചോറിനൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ട്രൈ ഔട്ട് ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് കാണാം. ചോറിന് മാത്രമല്ല ഈ ഒരു മീൻകറി പുട്ടിനും അപ്പത്തിനും പത്തിരിക്കും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. ഈ ഒരു മീൻകറിയുടെ കൂടെയുള്ള നല്ലൊരു കോമ്പിനേഷനാണ് ചോറും ക്യാബേജ് തോരനും മീൻകറിയും. അപ്പോൾ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി നല്ല റെസിപ്പികളായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.